ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ മൈൻഡ്ഫുൾ മിനിമലിസ്റ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എല്ലാവർക്കും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചത് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും, ഞാനൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡും ചെയ്തു. അന്ന് എനിക്ക് ഈ എഡിറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് അതൊരു പുതിയ കാര്യമല്ലേ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അങ്ങനെ അന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ എഡിറ്റ് ചെയ്യാത്തൊരു വീഡിയോ തന്നെ അതിനകത്ത് എങ്ങനെയോ അങ്ങ് ഇടുകയോ ചെയ്തത്. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതൊന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിപ്പോയി. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എനിക്കും ചെയ്യാം. ഒരു യൂട്യൂബ് ചാനൽ വെറുതെ അങ്ങ് തുടങ്ങുക എന്നുള്ളതല്ല, കുറച്ച് വേറിട്ട ചിന്തകളും വേറിട്ട ആശയങ്ങളും നമ്മുടെ ചിന്താഗതിയും നമ്മൾക്ക് കിട്ടിയ എക്സ്പീരിയൻസസും ഒക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. ഇന്ന് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 26 പേരായി. ഒത്തിരി എല്ലാവർക്കും 1.5K അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിലോട്ടൊന്നും നമ്മൾ പോകണ്ട. നമ്മളെപ്പോഴും 0 നിന്നാണല്ലോ വലിയ വലിയ സംഖ്യകളിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് 26 പേരെന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. എനിക്ക് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ തൊട്ട് പറയുകയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസ്. കാരണം വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എൻ്റെ ഫാമിലിയിലുള്ളവരുടെ അടുത്തോ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരോടും ഞാൻ പറഞ്ഞില്ല ഞാനൊരു ചാനൽ തുടങ്ങിയെന്നൊന്നും. അപ്പം ഞാനങ്ങ് തുടങ്ങി. എന്നിട്ട് ഞാനിപ്പം അന്ന് ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല നന്നായിട്ട്. കാരണം അത് ഒരുപാട് വലിച്ചു നീട്ടി ആർക്കും കാണാൻ തന്നെ തോന്നില്ല സത്യം പറഞ്ഞാൽ. എന്നെപ്പോലെ ഒരാൾക്ക്, ഞാൻ വർഷങ്ങളായിട്ട് കുറച്ച് യൂട്യൂബേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു വ്യൂവർ എന്ന രീതിയിൽ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് തന്നെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം ഞാൻ റീസെന്റ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. കുറച്ചായിട്ട് ഒരു കുഞ്ഞുങ്ങളെ പോലെ, നമ്മൾ എല്ലാം ബേബി സ്റ്റെപ്സ് ആണല്ലോ നമ്മൾ ആദ്യം വെക്കുന്നത്. അതായത് കുഞ്ഞു പിള്ളേർ സംസാരിക്കാൻ പഠിക്കുന്ന പോലാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്, നടക്കാൻ പഠിക്കുന്നത് പോലെ. ആദ്യം വീഴും, നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, അതുപോലെ. അപ്പം ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പം അത് കുറച്ച് പേര് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് വെറുതെ നമ്മൾ വീട്ടിൽ വെച്ചിരുന്ന് അത് കാണില്ലല്ലോ. അപ്പം കുറച്ച് പേര് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരൊന്ന് കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഇടും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ഫേസ്ബുക്കിലും സ്റ്റോറി പോകും. വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിൻഡോയുടെ അടുത്ത് ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. എൻ്റെ ഫ്രണ്ട്സിനടുത്തോ ആരോടും ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് പേരായിരിക്കണമല്ലോ 26 പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടതും കൊണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതൊരു 26 പേരെന്നുള്ളത് ഞാനൊരു ചെറിയ സംഖ്യയായിട്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളൊന്ന് ഞാൻ ഇടുന്ന വീഡിയോസിന് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയായിരുന്നു. എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമല്ലോ. അപ്പം നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമല്ലോ. മെയിനായിട്ട് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. നൈറ്റ് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചു. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, കാരണം കുറച്ച് ടയേർഡാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇത് നമ്മുടെ ഒരു ശീലമാക്കണം. ഈ ഒരു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയ ഒരു, ഞാനായിട്ട് മനഃപൂർവ്വം വരുത്തിയൊരു മാറ്റമല്ല അത്. പണ്ട് തൊട്ടേ ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ, അതായത് മുറ്റത്ത് എനിക്ക് ചെടികളൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറിയത് കഴിഞ്ഞ ഡിസംബറിലാണ്. അതിന് മുന്നേ ഞാൻ 4 വർഷമായിട്ട് വേറൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 അല്ലെങ്കിൽ 3 വർഷമായിട്ട്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ ഞാൻ നിറച്ച് ചെടികളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർക്കറിയാം. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് കാണിച്ചു തരാം. ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഇങ്ങനെ ചെടികൾ വളർത്തുമ്പോഴും ആ ചെടിയിൽ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിറ്റേന്ന് വരുമ്പം ചില ചെടികൾക്ക് വേര് വരാൻ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വേരൊക്കെ പിടിപ്പിക്കില്ല. അപ്പോൾ വേര് വരുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
അതുപോലെ കുഞ്ഞു കാര്യങ്ങൾ എന്താണെങ്കിലും അതിൽ നമുക്ക് സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു, ഉറക്കം എഴുന്നേറ്റ് ഞാൻ ഒന്ന് ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഇപ്പം അതാണല്ലോ നമ്മുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പം ചിന്തിച്ചപ്പോൾ ഇത്രയും പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, അപ്പം അതൊരു ചെറിയ സംഖ്യയല്ല, അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരാണല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാത്തൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ കേൾക്കാൻ ഒരാളാണ്. സത്യമായിട്ടും നമ്മളെ കേൾക്കാൻ ഒരാളില്ലാത്തത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ് കേട്ടോ. എല്ലാവരും നെട്ടോട്ട് ഓടുവാണ്, റീൽസും ഫേസ്ബുക്കും ആകെ നമ്മളെ ഒരു ഓൺലൈനിന്റെ വേൾഡിൽ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എല്ലാം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി മുതൽ എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. ചിലപ്പം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമല്ലേ, ജനറേഷൻ മാറി മാറി വരുന്തോറും പണ്ടത്തേനേക്കാളും ബ്രെയിൻ കപ്പാസിറ്റിയൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ജനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സമയത്ത് നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകട്ടോ. നമ്മൾ ഇങ്ങനെ ഒന്നും പഠിക്കാണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും. കാരണം അത്രയ്ക്ക് കോമ്പറ്റേറ്റീവ് വേൾഡാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ടാലന്റഡ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരുടെ ടാലന്റ് ഇങ്ങനെ വെളിയിൽ കാണിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു നേരം, ആ ഒരു നെട്ടോട്ടത്തിനിടയ്ക്ക് മറ്റുള്ളവരെ കേൾക്കാൻ, ഒരു ലിസണർ ആവാൻ ആർക്കും പറ്റില്ല. ഞാനിപ്പോൾ ഇത് ഇത്രയും ഫീൽ ചെയ്ത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കൊല്ലത്താണ് കേട്ടോ പഠിച്ചത്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. എനിക്ക് എന്നും എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ സ്ഥലം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കൊല്ലം നമ്മുടെ ഒരു ഹരമാണ് നമ്മുടെ. അതുപോട്ടെ എനിവേ ഞാൻ കൊല്ലത്താണ് പഠിച്ചത്. 1st തൊട്ട് 4th വരെ ഒരു സ്കൂളിൽ, 5th തൊട്ട് 10th വരെ ഒരു സ്കൂളിൽ, +1 +2 വേറൊരു സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനറൽ നഴ്സിംഗ് ആണ് ഫസ്റ്റ് പഠിച്ചത്. അത് ബെൻസിയ സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലത്ത് തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് മോന് 1 വയസ്സായതിനു ശേഷമാണ് പിന്നെ ഞാൻ പോയി പോസ്റ്റ് BSc പഠിച്ചത്. അത് നമ്മുടെ ഡോക്ടർ രവിപിള്ളയുടെ കോളേജായ ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ എല്ലാം പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ആ സമയത്ത്. കാരണം വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ അവിടെ വരുക. നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ പോയാലും ഒരു 40-50 പിള്ളേരുണ്ടാവും സ്കൂളിൽ. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ കോളേജിലോട്ടൊക്കെ വരുമ്പോൾ സീറ്റൊക്കെ കുറഞ്ഞു വരുമ്പം അവിടെയും പരിമിതിയുണ്ട്. എന്നാലും ഞാൻ ജനറൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ 44 കുട്ടികളുണ്ട് എൻ്റെ ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് പോസ്റ്റ് BSc പഠിക്കുമ്പോൾ അവിടെ 15 പേരുണ്ട്. അപ്പം നമുക്കൊരു ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാനൊക്കെ അവിടെ നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുക. കാരണം അത്രയും പേരുണ്ട്. അതിൽ നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ വൈബിനും പറ്റിയ ആൾക്കാരെ നമുക്ക് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കതിനുള്ള അവസരമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ കുറേ ഡ്രസ്സസ് ഉണ്ടല്ലോ. അതിനകത്തുനിന്ന് കുറേ നോക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന നോക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നമ്മൾ ചെന്ന് വിട്ടു. അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കിയൊക്കെ വന്നപ്പോൾ ഒരു കുഞ്ഞു കടയേ ഉള്ളൂ. അവിടെ കുറച്ച് ഡ്രസ്സസേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ കുറച്ചെണ്ണത്തിൽ നിന്നതിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പം ഞാനിങ്ങനെ ജോലിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അന്യനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ സെറ്റിങ്സിൽ ചിലപ്പോൾ കൂടിപ്പോയാൽ മാക്സിമം ഒരു 10 നഴ്സസേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനൊരു നഴ്സിംഗ് ഹോമിലാണ്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് ഇത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ നഴ്സായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. ആ 2 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇങ്ങോട്ട് ഗവൺമെൻറ്റിലൊക്കെ നമുക്ക് എക്സാം എഴുതി നമുക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് പാനലിൽ ലിസ്റ്റ് വരുന്നതനുസരിച്ച് നമുക്ക് ജോലി കിട്ടി നമുക്ക് മാറാം. അപ്പം അങ്ങനെ എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ ഡിസംബറിൽ എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അപ്പോൾ വീണ്ടും നഴ്സസിന് എണ്ണം കുറഞ്ഞു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് 5 നഴ്സസേ ഉള്ളൂ. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സർവീസിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നഴ്സായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവിടെ 5 നഴ്സസേ ഉള്ളൂ. 5 നഴ്സസിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ മലയാളി. ബാക്കി ഒരു ഐറിഷുകാരിയും ബാക്കി 3 ഫിലിപ്പിനോസുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പം എല്ലാവരും അവരുടെ നാടും വീടും വീട്ടുകാരെയൊക്കെ വിട്ട് വന്നിരിക്കുന്നത് ജോലി ചെയ്യാനാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊന്നും എല്ലാവരും ഈ വിശേഷങ്ങളൊക്കെ വരുമ്പം എല്ലാവരും കൂടെ കൂടും. ഒരു കുഞ്ഞ് സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും വിളിക്കുകയും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കണക്കത്തുള്ള ഒരു ബോണ്ടൊന്നും അങ്ങനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ, കാരണം ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും മൈൻഡൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല, അങ്ങനെ ഒരു വൈബ് ആയിരിക്കത്തില്ല. പ്രത്യേകിച്ച് അവർ കുറച്ചുകൂടെ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കുട്ടിത്വമൊക്കെ അവരിൽ നിന്ന് വിട്ടുപോകും. അവർക്ക് പിന്നെ പഴയ കണക്ക് ഗ്യാങ് ഒക്കെ അടിച്ച് ഭയങ്കര കമ്പനിയായിട്ട് ജോലിയായിട്ടൊന്നും നടക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു ഗ്രൂപ്പിൽ ചേരുമ്പോൾ തന്നെ എല്ലാവരും മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അവരവർക്ക് പറയാനുള്ളത്. അപ്പം അവിടെ ലിസൺ ചെയ്യാൻ ആരും ഇല്ല.
ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ നവ്യ ചേച്ചിയില്ലേ, നവ്യ നായർ, നവ്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് നമ്മളൊരു കൗൺസിലറിന്റെ മുന്നിൽ പോയി ഇരിക്കുവാണെങ്കിൽ പോലും നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ആളെ ഇരുത്തുവാണ്. ഞാൻ പൈസ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ആളെന്നെ കേൾക്കുന്നത്, അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് സത്യമാണത്. നമ്മൾ ലിസൺ ചെയ്യാൻ ആരുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ കേൾക്കാൻ വേണ്ടി ഈ 26 പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷെ എന്നാലും എന്തൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ നിങ്ങളൊന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. എനിക്ക് മനസ്സിലാവും നിങ്ങളിലോട്ട് അത് എത്തുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. അതായത് കുഞ്ഞുനാളിൽ ഞാൻ 8th പഠിക്കുമ്പോൾ 8th മുതൽ 9th ഒരു പകുതി വരെ ഞാൻ ട്യൂഷൻ പഠിച്ചിരുന്ന വീട്ടില്, ചേച്ചിയുടെ പേര് മായ എന്നാണ് കേട്ടോ. ചേച്ചിക്ക് ഒരുപാട് സ്റ്റുഡൻസിന്റെ കൂട്ടത്തിലുള്ളൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പം പക്ഷെ എന്നാലും സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ, സ്പെഷ്യൽ ഒരു ഇഷ്ടം എൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്ന് വെച്ച് പഠിക്കാത്തതിന് അടി കിട്ടുന്നതിനൊന്നും അങ്ങനെ കൺസിഡറേഷൻ ഒന്നും ഇല്ല. അതിനൊക്കെ ചേച്ചി നല്ല പിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ എനിക്ക് തരുമായിരുന്നു, വഴക്കും പറയുമായിരുന്നു. പക്ഷേ വഴക്ക് പറഞ്ഞാലും നമ്മുടെ അമ്മമാരില്ലേ, നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ അടിച്ചിട്ട് പിന്നെ ഒന്ന് കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം പ്രത്യേകിച്ച് ചേച്ചിയോടത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടുതലാണ്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചേച്ചി എന്നെ പ്രത്യേകം വിളിച്ച്, എല്ലാവരും പോയി കഴിയുമ്പോൾ എന്നെ വിളിച്ചിരുന്ന് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ ചേച്ചി വിടുള്ളൂ. അഥവാ ചേച്ചി എന്നെ അടിക്ക് വഴക്കുറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് ചേച്ചിമാരില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ അടുത്ത് അടി പിടിക്കുന്നത് എനിക്കൊരു വിഷമം. അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് കൊണ്ട് ഞാൻ മാക്സിമം ചേച്ചി ഇപ്പോൾ തരുന്ന ഹോംവർക്കൊക്കെ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ചേച്ചിയുടെ ചിന്താഗതി ഒരു വേറിട്ട്, എനിക്ക് ചേച്ചിയുടെ അടുത്ത് ഇഷ്ടം തോന്നാൻ, കൂടുതൽ ഇഷ്ടം തോന്നാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേ ബി ഇപ്പം നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളാവാനായിട്ട് നമ്മളെ സഹായിച്ചത് നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അയൽക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ടീച്ചേഴ്സിനെ എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളെ സ്കൂളുകളിലും നഴ്സിംഗ് കോളേജിലും എല്ലാം പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാകട്ടെ എല്ലാത്തിനും പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. അപ്പൊ ചേച്ചി എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അന്നേ ചേച്ചിക്ക് യോഗ, മെഡിറ്റേഷൻ എല്ലാത്തിനെ കുറിച്ച് ഭയങ്കര അറിവാണ്. നമുക്കതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ചേച്ചി ഹിന്ദുവാണ്, പക്ഷെ മുസ്ലിംസ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവരിങ്ങനെ അവരുടെ പ്രയറൊക്കെ ചെല്ലുന്നതിന് മുമ്പേ അവരിങ്ങനെ നമ്മുടെ ഓറിഫൈസസ് ഇല്ലേ, ഓറിഫൈസസ് എന്ന് വെച്ചാൽ നമ്മുടെ ദ്വാരങ്ങൾ, അതായത് മൂക്ക്, ചെവി, കണ്ണ്, പിന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് അതൊക്കെ നന്നായിട്ട് കഴുകും. അവർ ഇങ്ങനെ 3 times കഴുകി അങ്ങനെ വാഷ് ചെയ്ത് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടാണ് അവർ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ ചേച്ചി എൻ്റെ അടുത്ത് പറയും, ഞാനും പ്രാർത്ഥിക്കും. ഞാൻ ക്രിസ്ത്യനാണ്. കൊച്ചുനാൾ തൊട്ടേ ഇപ്പം അമ്മയും പപ്പയൊക്കെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും ഞങ്ങൾ 3 മക്കള്, എനിക്ക് 2 ചേട്ടന്മാരാണ്. പറഞ്ഞു വന്നത് ചേച്ചി എനിക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ തരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ്. ട്യൂഷൻ സെൻറ്ററിൽ അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പം ഞാനും ചേട്ടനും തമ്മിൽ 9 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പം ചേച്ചിയും ചേട്ടൻ്റെ ഏജാണ്. അജി എന്നാണ് എൻ്റെ ചേട്ടൻ്റെ പേര്. അപ്പം അജിയുടെ പെങ്ങളെന്നുള്ളൊരു കൺസിഡറേഷനാണ് ഒന്നുകൂടെ ഒരു സ്നേഹം കൂടുതൽ എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. ചേച്ചി ഹിന്ദുവാണ്, ചേച്ചി പ്രാർത്ഥിക്കുന്നില്ല. ചേച്ചിക്ക് എവിടുന്നോ കിട്ടിയൊരു അറിവ്, ചേച്ചിക്ക് അത് നല്ലതാണെന്ന് ചേച്ചി തോന്നിയത് കൊണ്ട് ചേച്ചി ആ പ്രാക്ടീസ് അത് ചെയ്യുമായിരുന്നു. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ചേച്ചി ഇതുപോലെ ഇങ്ങനെ നല്ല ശുദ്ധിയായിട്ട്, നമ്മൾ ഓൾറെഡി രാവിലെയൊക്കെ കുളിച്ച്, ചേച്ചി രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുളിക്കും കേട്ടോ. അപ്പം രാവിലെ കുളിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം പ്രയർ ചൊല്ലുമ്പം അതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാം. ചിലപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ വായൊന്നും കഴുകുക. അതങ്ങനെ നമ്മുടെ അഴുക്കുകളെല്ലാം പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊരു എനർജി നിറയുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതൊന്ന് വൃത്തിയായിട്ടിരിക്കുവാണെങ്കിൽ അത് വേറൊരു എഫക്റ്റ് കിട്ടുമെന്ന് ചേച്ചി അന്ന് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ചേച്ചി പറഞ്ഞു, അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ എസ്പെഷ്യലി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതോ ആരെയെങ്കിലും ഒന്ന് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് അവരോടൊക്കെ മാപ്പി ഒതുക്കുക. ചിലപ്പോൾ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. നമ്മളുടെ ഒരു വാക്ക് തന്നെ മതി, നമ്മളുടെ ഒരു നോട്ടം പോലും പലപ്പോഴും ആരെങ്കിലേക്ക് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതൊന്നും നമ്മളും ചിലപ്പോൾ അറിയിട്ടുണ്ടാവത്തില്ല. ആ വേദനിക്കപ്പെട്ട ആളുകൾ നമ്മളെടുത്ത് അത് ഇൻഫോം ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പം അത് പക്ഷെ അവരുടെ ഉള്ളിലൊരു വേദനയായിട്ട് അത് എപ്പോഴെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാണ്ട് കിടക്കുന്ന ഒരു മുറിവാണ് അത്.
അപ്പം അതൊക്കെ നമ്മളെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുമെന്ന് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഫസ്റ്റ് നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ദൈവമേന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കണം, എന്നിട്ട് സ്തുതിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റാരെങ്കിലും കാരണം നമ്മൾ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ലേ, ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് തമാശയ്ക്ക് കളിയാക്കുന്നതായിരിക്കാം, ബോഡി ഷെയ്മിങ് ആയിരിക്കാം, എങ്ങനെ പല സാഹചര്യങ്ങളിലും പല രീതിയിൽ നമ്മൾ വേദനിച്ചിട്ടുണ്ട് പലരും കാരണം. അപ്പം ചിലതൊക്കെ നമ്മൾ ഓർമ്മയിരിക്കും, ചിലതൊക്കെ നമ്മൾ മറന്നുപോയാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ കിടക്കും. അപ്പോൾ അവരുടെ അടുത്തൊരു ഇഷ്ടക്കുറവ് നമുക്ക് കിടക്കും. അപ്പം ഇതുമൊക്കെ അവർക്കല്ല മുറിവുണ്ടാക്കുന്നത്, ഈ മുറിവുകളൊക്കെ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അപ്പം ഇത് അവരോടും ഒന്ന് ഞാൻ ക്ഷമിച്ചേക്കുക, എല്ലാം ഞാൻ കളയുവാണ് ദൈവമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുക. അപ്പം അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മനസ്സിൽ വരുത്തുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അത് ഭയങ്കരമാണ് കേട്ടോ. അപ്പം അത് എന്നെ സംബന്ധിച്ച് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു പറയുമ്പോൾ എത്ര വയസ്സാണ്, ഒരു 12-13 വയസ്സൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് തൊട്ടേ ഞാനത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഡെയിലി കൊന്തയൊന്നും ചെല്ലാറില്ല. പക്ഷെ എന്നാലും എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് എന്നും കൊന്തയൊല്ലി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എനിക്കത് ബ്ലഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇത് ചെയ്യുമായിരുന്നു. ഹോസ്റ്റലിലും ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്, ക്രിസ്ത്യൻ സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ് പഠിച്ചത്, ബെൻസിയറിൽ. അവിടെ 5 മണിക്ക് തന്നെ അലാം അടിച്ച് നമുക്ക് മാസിന് പോകണം. രാത്രിയിൽ കൊന്തയുണ്ട്. പിന്നെ പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്തുതിപ്പും ആരാധനകളൊക്കെ ക്ലാസ്സിൽ തന്നെ നടത്തും. ഞാൻ ലീഡ് ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർക്കാൻ പറ്റും. അത് പ്രാർത്ഥന നമ്മളിങ്ങനെ ലീഡ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ കൊന്തയൊന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും ഞാൻ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അത് കണക്ക് ആരെങ്കിലും കാരണം എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുക്കുവാണ് എന്ന്. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് പല രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും. അപ്പം ആ സമയത്ത് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് നമുക്ക് എന്താണ് പറഞ്ഞത്, പ്രതികരണശേഷി നമുക്ക് നഷ്ടപ്പെട്ടവരായിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പ്രതികരണശേഷി നമുക്ക് ക്വിക്കാണ്. അത് നമ്മൾ ബ്രെയിനിൽ നിന്ന് നമ്മുടെ തീയിൽ തൊട്ടാൽ കൈ പൊള്ളുന്നത് പോലെ അത് സഡനാണ്. നമ്മളാരും ചെന്ന് നീ തീ തൊട്ടു നിനക്ക് പൊള്ളുവാണെന്നൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെയാണ് നമ്മളായാലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, കരയും, അതൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ഒരു പ്രാക്ടീസ് നിൽക്കുന്നത് കൊണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പം നമുക്ക് അവരോട് ചിലപ്പോൾ നമ്മൾ മറന്നു തന്നെ പോകും. നമ്മുടെ അടുത്ത് അവരെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നതേ എനിക്ക് ഓർമ്മ വരുള്ളൂ, അവരെന്താ എക്സാക്ട്ലി ചെയ്തെന്നുള്ളത് മറക്കും. അങ്ങനെ മറക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് നമ്മൾ അവരോട് അന്നേരം തോന്നിയൊരു ദേഷ്യം ഇങ്ങനെ വ്യാപ്തി കുറഞ്ഞു വരും. നമ്മൾ ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നതല്ലേ, അപ്പം നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം അങ്ങനത്തെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പം അവർക്ക് അപ്പോഴും ഭയങ്കര ശരിക്കും വേദനിപ്പിച്ചത് അവരാണെങ്കിൽ പോലും അവർക്ക് ഉള്ളിൽ നിന്ന് അത് കളയാൻ പറ്റത്തില്ല. അവരിങ്ങനെ നിൽക്കും. പക്ഷെ ഞാൻ അവരെ വിളിച്ചിട്ട് സുഖമാണോ എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ച് സംസാരിച്ചു. ചിലപ്പോൾ അവർ വിചാരിക്കുക ഇവർക്ക് എന്താ പ്രാന്താണോ, ഞാനല്ലേ ഇവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ഞാനിപ്പോഴും എനിക്ക് മിണ്ടാൻ എനിക്ക് മടിയാണല്ലോ, എന്നിട്ട് അവള് ഇത് വിളിക്കുന്ന ഒരു കൂളായിട്ടെന്നൊക്കെ ചിന്തിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഭാരം എനിക്കാണ് ഇല്ലാതെ പോയത്. ആ ഭാരം എൻ്റെ മനസ്സിൽ പോയി, മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് എനിക്ക് റിലീഫ് കിട്ടി. അപ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പം ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മനസ്സിൻ്റെ ഭാരമാണ് ഞാൻ ഇറക്കി വെച്ചത്. അപ്പം അവർ അങ്ങനെ ആ ഭാരവും കൊണ്ട് നിൽക്കുമ്പോൾ അത് അവരെ തന്നെ അലട്ടുന്നത്. അതും അവരുടെ ഉള്ളിൽ കിടക്കും മാനസിക സംഘർഷം. പിന്നീട് അവർക്ക് അറിയില്ല അവരെന്തിനാണ് അവരുടെ ഉള്ളിൽ സംഘർഷമൊന്നും പോലും അവർക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിങ്ങനെ ഉള്ളിൽ കിടന്ന് നേറി നമ്മുടെ സ്വഭാവം മാറും, നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് ബാധിക്കും. അപ്പം എനിക്ക് ചേച്ചി പഠിപ്പിച്ചു തന്ന അതൊരു യോഗ പോലെയാണ് കേട്ടോ. ഈ ഒരു പ്രാക്ടീസ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ലൈഫിൽ ചേഞ്ചസ് തന്നെയാണ് വരുത്തിയത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ തുമ്മുമ്പം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഹാർട്ട് വരെ സ്റ്റോപ്പ് ആവുകയാണ്. ആ ഒരു 1 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ഇങ്ങനെ സ്നീസ് ചെയ്യുമ്പം നമ്മുടെ ഹാർട്ട് വരെ സ്റ്റോപ്പ് ആവും എന്നാണ് പറയുന്നത്. അപ്പം ചേച്ചി പറയുന്നത് അതൊരു വിശ്വാസം നമ്മൾ സങ്കല്പിക്കുകയാണ്. അതായത് അങ്ങനെ നമ്മൾ ഹാർട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ദൈവമെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഏത്തിസ്റ്റുകളും ഉണ്ടാവുമായിരിക്കും, ഒരു പ്രപഞ്ചശക്തി, അതിൽ ഞാൻ എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു പ്രപഞ്ചശക്തി, ആ ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും പോകുന്നതെന്ന് എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാവർക്കും പല ബിലീഫ് സിസ്റ്റം ആയിരിക്കും ഉള്ളത്, പക്ഷെ എന്തായാലും എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പം ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ്. അന്ന് ഒരു 12 വയസ്സുകാരി എടുത്ത് ചേച്ചി പറഞ്ഞു തരുന്നത്,
നമ്മൾ തുമ്മുമ്പം നമ്മളെ ഹൃദയമൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അപ്പം തന്നെ ദൈവത്തിന് ഇങ്ങനെ നന്ദി പറയുക. ദൈവമേ, ഞാൻ തുമ്മിയപ്പോൾ എൻ്റെ ഹൃദയം നിന്നായിരുന്നു. ആ ഹൃദയത്തെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് നമ്മൾ പറയാം. അപ്പം ആദ്യമൊക്കെ ഞാൻ മറന്നു പോകും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിച്ചു. ശരിയായി ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അതിങ്ങനെ പറഞ്ഞ് അത് ഉറക്കെയൊന്നും പറയണ്ട കേട്ടോ. നമ്മൾ തുമ്മുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും മുന്നേ വെച്ച് പറഞ്ഞതല്ല, മനസ്സിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ കള്ളം പറയല്ല, സത്യമായ കാര്യമാണ്. ഞാൻ ഇപ്പം എനിക്ക് 32 വയസ്സായി. എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 32 വയസ്സായി. ഇപ്പോഴും ഞാനൊന്ന് തുമ്മുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ദൈവമേ, ഞാൻ തുമ്മിയപ്പോൾ എൻ്റെ ഹൃദയം നിന്നു, എൻ്റെ ഹൃദയത്തിനെ പ്രവർത്തന സജ്ജമാക്കിയതിന് നന്ദി. ഇതൊരു അഫർമേഷനാണ് കേട്ടോ. ഞാൻ മറക്കാണ്ട് ഞാനത് പറയും. എനിക്കറിയത്തില്ല, നമ്മുടെ ലൈഫിലുള്ള ചെറിയ നമ്മുടെ ചിന്തകളാവട്ടെ, ഇതുപോലുള്ള ചെറിയ പ്രാക്ടീസസ് ആവട്ടെ, അത് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരുന്ന സന്തോഷം, നമ്മൾ പോലും അറിയേണ്ട നമ്മുടെ ലൈഫിലെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളെ വിട്ടു പോകും കേട്ടോ. ഇപ്പം നമുക്ക് പറ്റാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കട്ടെ, നമുക്ക് പറ്റാത്ത ആളുകളാവട്ടെ, നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളാവട്ടെ, എല്ലാം നമ്മൾ പോലും അറിയാണ്ട് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ചിന്തയൊന്ന് മാറ്റി തുടങ്ങുമ്പോഴാണ് അതിലുണ്ടാകുന്ന അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങത്തുള്ളൂ. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, നന്ദി പറയുക. അതായത് ഈ പ്രപഞ്ചത്തിനോടും നമുക്ക് തന്നേക്കുന്ന കുഞ്ഞു കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ നന്ദി പറയുക. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ. പക്ഷെ എപ്പം മുതൽക്കാണോ കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞും നന്ദിയോടെ അത് ഓർക്കാനും ഒക്കെ തുടങ്ങിയത്, അപ്പം മുതലേ ലൈഫിൽ വലിയ ചേഞ്ചസ് വരാൻ തുടങ്ങി. ആ ചേഞ്ചസ് ഒക്കെ ഞാൻ പതിയെ ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അതൊന്നും വെറുതെ പറയുമല്ല, ഒന്നും ഞാൻ മായം ചേർത്ത് പറയുമല്ലോ. ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് മറ്റുള്ളവരടുത്ത് പറഞ്ഞു തരാൻ വേണ്ടി തന്നെ ഞാൻ പറയുക. അതൊക്കെ ഞാൻ കുറച്ചായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാം കേട്ടോ, അനുഗ്രഹങ്ങളൊക്കെ. എന്നും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ റിലീജിയൻ അനുസരിച്ച് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ടൈം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഓർത്താൽ മതി. ഞാൻ ജേർണലിങ്ങിനെ ഞാൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ജേർണലിങ്ങിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ജേർണലിങ് ചെയ്യുമ്പോൾ ഒരു പ്രധാന കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കുണ്ടായ വേദനകൾ സങ്കടങ്ങളൊന്നും എഴുതി വെച്ചേക്കരുത്. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കീറിയോ കത്തിച്ചോ കളയുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതങ്ങ് ഒഴിവാക്കിയേക്കുക, അത് ഇറങ്ങിപ്പോയേക്കുക. അതൊരിക്കലും കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സാഹചര്യങ്ങൾ ഇനിയും വേണമെന്നാണ് നമ്മൾ പ്രപഞ്ചശക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരും. നേരെ മറിച്ച് നമുക്ക് കിട്ടിയ നല്ല അനുഗ്രഹങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞത്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊന്നും ചിന്തിക്കുക. അന്നത്തെ ദിവസം നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ കണ്ണ് തുറക്കാൻ പറ്റിയത് തന്നെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഈ എടുക്കുന്ന ശ്വാസം തിരിച്ചു വരുന്നത് തന്നെ അനുഗ്രഹമാണ്. പിന്നെ അന്ന് നമുക്ക് കഴിക്കാൻ ഫുഡില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കിട്ടിയത് അതൊരു അനുഗ്രഹമല്ലേ? നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയത് അനുഗ്രഹമല്ലേ? അത് കഴിച്ചിറക്കാൻ വേണ്ടി തൊണ്ടയിൽ ഒരു അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ടച്ച് വുഡ് ഞാൻ പറയാണ്. പക്ഷെ അങ്ങനെയുള്ള അസുഖങ്ങളോ ഒന്നും വരാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇറങ്ങിപ്പോകാനായിട്ട് നമുക്ക് വന്നത് അതൊരു അനുഗ്രഹമല്ലേ? എത്രയോ പേരുണ്ട്, നല്ല പൈസയുണ്ട്, വാങ്ങി കഴിക്കാനായിട്ട് പൈസ ഉണ്ടായിട്ട് പോലും ചിലപ്പം വിശപ്പില്ലാത്ത എത്രയോ പേരുണ്ട്. വിശപ്പ് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? വിശപ്പില്ലാതെ. അപ്പം നമുക്ക് കഴിക്കാനുള്ള വിശപ്പുണ്ട്, കഴിക്കുന്ന സാധനങ്ങൾ ദഹിക്കുന്നുണ്ട്. ഇതൊക്കെ അനുഗ്രഹമാണ്. ഇതൊക്കെ ചിന്തിക്കുവാണെങ്കിൽ ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. ജോലിക്ക് പോകണില്ലേ രാവിലെ എഴുന്നേറ്റ്? ആ ജോലി നമുക്ക് കിട്ടിയത് അനുഗ്രഹമല്ലേ? ആ ജോലി ചെയ്യുന്നതുകൊണ്ട് മാസം ശമ്പളം കിട്ടുന്നില്ലേ? അത് നമ്മുടെ അനുഗ്രഹമല്ലേ? താമസിക്കാൻ നല്ലൊരു വീടില്ലേ? അതൊരു അനുഗ്രഹമല്ലേ? അപ്പം ചിന്തിക്കുവാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പം ഒന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പേ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അതാണ് ഈ പറഞ്ഞത്, നമ്മൾ തുമ്മുമ്പം ദൈവത്തിന് നന്ദി പറയുമെന്ന് വെച്ചാൽ നമുക്ക് ആ ജീവൻ തന്ന പ്രപഞ്ചശക്തിയോട് നമ്മൾ നന്ദി പറയുക. ഈ കുറേ ബേർഡ്സ് ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. മർമറേഷൻ ഓഫ് സ്റ്റാർലിംഗ്. ഇങ്ങനെ കുറേ ബേർഡ്സ് ഇങ്ങനെ പറഞ്ഞു പോകത്തില്ല. എനിക്കിങ്ങനെ സ്പോണ്ടേനിയസ് ആയിരുന്നു, എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വിൻഡോയുടെ അടുത്തായിരിക്കുന്ന എനിക്ക് സ്കൈ ഒക്കെ നന്നായിട്ട് കാണാം. എനിവേ, അപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ലൈഫിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ അനുഗ്രഹീതമായ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ കുഞ്ഞു ചിന്തകളാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. എനിക്കൊന്ന് മനസ്സിലാവാമല്ലോ. അപ്പം ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ ടേസ്റ്റ് ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് വ്യൂ ചെയ്തിട്ട് പൊക്കോ കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. കീപ്പ് ഇൻ ടച്ച് ഓൾവേസ്. ബൈ ബൈ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.